ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 81 ശ്ലോകം 5-6. പാർത്ഥാദ്യൈരപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ഛിത്വാ ശഫരമവൃഥാ ലക്ഷ്മണാം മദ്രകന്യാം. അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോധത്വം സുരപതിഗിരാ ഭൗമദുശ്ചേഷ്ടിതാനി. സ്മൃതായാതം പക്ഷിപ്രവരമധിരൂഢസ്ത്വമഗമോ വഹന്നംഗേ ഭാമാമുപവനമിവാരാതിഭവനം. വിഭിന്ദൻ ദുർഗാണി ത്രുടിതപൃതനാശോണിതരസൈഃ പുരം താവത് പ്രാഗ്ജ്യോതിഷമകുരുധാ ശോണിതപുരം. പാർത്ഥ ആദ്യൈഃ അപി അകൃതലവനം. പാർത്ഥാദ്യൈരപ്യകൃതലവനം തോയമാത്ര അഭിലക്ഷ്യം. തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ഛിത്വാ ശഫരം അവൃഥാ. ശഫരമവൃഥാ ലക്ഷ്മണാം മദ്രകന്യാം. അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാഃ തത്ര. വല്ലഭാസ്തത്ര മധ്യേ ശുശ്രുത ത്വം സുരപതിഗിരാ. സുരപതിഗിരാ ഭൗമ ദുശ്ചേഷ്ടിതാനി. ഭൗമദുശ്ചേഷ്ടിതാനി. സ്മൃതായാതം. സ്മൃതായാതം പക്ഷിപ്രവരം അധിരൂഢഃ ത്വം അഗമഃ. പക്ഷിപ്രവരമധിരൂഢസ്ത്വമഗമഃ. വഹൻ അംഗേ ഭാമാം ഉപവനം ഇവ അരാതി ഭവനം. ഭാമാമുപവനമിവാരാതി ഭവനം. വിഭിന്ദൻ ദുർഗാണി ത്രുടിത പൃതന ശോണിത രസൈഃ. ത്രുടിത പൃതനാ ശോണിത രസൈഃ പുരം താവത് പ്രാഗ്ജ്യോതിഷം അകുരുധാഃ ശോണിതപുരം. പ്രാഗ്ജ്യോതിഷമകുരുധാഃ ശോണിതപുരം. പദങ്ങൾ. ഹരേ കൃഷ്ണ. അഞ്ചാவது ശ്ലോകത്തില് ലക്ഷ്മണാങ്കர அந்த கன்னியகைய எப்படி பகவான் விவாகம் பண்ணிக்கிறா அப்படின்னு ஆக்கும். നാരദ മഹർഷി ഭഗവാനോട് മഹാത്മ്യം ചൊല്ലി കൃഷ്ണ മഹാത്മ്യം കേട്ട് சின்ன வயசுலேயே லக்ஷ்மணாவோட மனசில் அந்த கிருஷ்ண ரூபம் தான். எப்படி ஆண்டாளெல்லாம் அந்த ஸ்ரீனிவாசனை நினச்சிருக்காளோ அதே மாதிரி லக்ஷ்மணாவும் கிருஷ்ணனையே நினச்சிருந்தா. அந்த சித்தம் அப்படியே பகவானில் உറച്ചു പോയാச்சு. இப்போ പതിയാ മനസ്സിൽ വരിച്ചിരിക്കപ്പെട്ട് കൃഷ്ണനെയാക്കും. இப்போ அப்பாட்ட சொன்னார், லக்ஷ்மணா வந்து எனக்கு கிருஷ்ணர் தான் பதியா വേണം அப்படின்னு. ഉടനെ അവരിരിക്കെ ദ്രൗപദി വിവാഹത്തിൽ അർജുനൻ പോയി പണ്ടിന മാതിരി ഒരു പന്തയം മാതിരി വെച്ച പാർത്ഥാദ്യൈഹി അപി അകൃതലവനം തോയമാത്രാഭിലക്ഷ്യം. അർജുനൻ തുടങ്ങിന മഹാരഥന്മാരെല്ലാം പാത്തുന്നത് അവെല്ലാം പാത്തിട്ട് അവൾക്കൊന്നും പറ്റാത്ത എപ്പോഴേക്കും ജലത്തിലെ പ്രതിബിംബം തെരിയും. മേലെ അർജുനോടത്തിൽ എപ്പിടിന്ന് തന്നെ മേലെ പാത്തുന്നത് കീഴടിക്കണം വരുന്നത്. ഇങ്ങ കീഴ
പാത്തുന്ന് മേലെ ഒരു മത്സ്യം പിടി കറങ്ങിന്തേ ഇരിക്കും. കീഴെ ജലത്തിൽ അതോട് പ്രതിബിംബം തിരിയും. കീഴെ ജലത്തെ പാത്തുന്ന് മേലെ അടിക്കണം. അപ്പോൾ അപ്പടി അടിച്ചു കഴിഞ്ഞപ്പോൾ പ്രതിബിംബ ശബരം ലക്ഷം ചിത്വ அந்த മത്സ്യത്തെ ശബരെന്ന മത്സ്യരൂപത്തെ ലക്ഷ്യം വെച്ചിന്ത് ചിത്വ അത് അമ്പ് വിട്ട് ഉടച്ച് മദ്ര കന്യാം ലക്ഷ്മണാം അവൃതാഹ മദ്ര രാജ്യത്തിലുള്ള രാജപുത്രിയാണ് அந்த ലക്ഷ്മണയെ ഭഗവാൻ വിവാഹം പണിந்தார். ഏവം തവ വല്ലഭാഹ അഷ്ടം ഇപ്പിടി അഷ്ടമഹിഷി 8 പത്നിമാരായാച്ച് ഭഗവാനുക്ക് തത്ര മധ്യേ സുരപതിഗിര அதுக்கு நடுவில் சுரபதினா தேவேந்திரன் வந்து பகவான்கிட்ட சொல்லறார் பௌமதுஷ்சேஷ்டிதானி துவம் சுஷ்ரோதா. നരകാസുരൻ வந்து தேவேந்திரனோட அம்மையான அந்த திதி மாதாவோடு குண்டலவும் எடுத்துந்து போயிருக்கார். அப்போ எனக்கு அந்த കുണ്ടലങ്ങളെ വാങ്ങിത്തരണം. ദേവേന്ദ്രൻ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളാക്കും അത് നരകാസുരൻ്റെന്ത് വാങ്ങിത്തരണം. ഭൗമദുശ്ചേഷ്ടിതാനിന്ന് നരകാസുരൻ്റെന്ത് നരകാസുരൻ രൊമ്പ ദേവേന്ദ്രനാലെ കൂടി എന്നെ ഒന്നും പണ്ണ മുടിയല്ലോ ചിലടത്ത് ഇന്നും അവനോട് അഹങ്കാരം കൊഞ്ചം കൂടെ ജാസ്തിയാച്ച്. സ്മൃതായാതം പക്ഷിപ്രവരം അധിരൂഢഃ ത്വം. ഉടനെ ഭഗവാൻ സ്മരണ പണ്ണിന ഉടനെ അങ്ങ് ഗരുഡൻ പക്ഷിപ്രവരെന്ന പക്ഷിശ്രേഷ്ഠ ഗരുഡൻ വந்தார். ഗരുഡനുക്ക് മേലെ ഭഗവാൻ ഉட்கார்ந்தார். அதிரூഢഃ ത്വം തനിയല്ല அந்த യുദ്ധத்துக்கு പോനാർ. ഭാമാം അങ്കേ വഹൻ ഭഗവാനോട് മടിയിൽ സത്യഭാമയും ഉட்கார்ந்திருந்த ആളാ ഗരുഡനുക്ക് മേലെ ഇറങ്ങത്തെ. ഉപവനം ഇവ അരാതി ഭവനം അഗമഹ. എന്താ ഏതോ ഉദ്യാനത്തേക്ക് ഒരു ഇതൊക്കെല്ലാം പോറാ മാതിരി പിക്നിക്കെല്ലാം പോറാ മാതിരി ആക്കും. ശത്രുവോട് വാസസ്ഥാനത്തേക്ക് നരകാസുരനോട് സ്ഥലത്തേക്ക് പോനാർ. താവത് ദുർഗാണി വിഭിന്ദൻ അങ്ങ് നിറയെ കോട്ടകളുണ്ട്. നരകാസുരനോട് ഇതൊക്കെ പുറത്തേക്ക് മുതല്ല ഒരിടത്തിൽ പോയച്ചാൽ പെരിയ ജലമായിരിക്കും. അതിൽ നിറയെ എന്താ ഉരകങ്ങൾ പാമ്പ് പലതരത്തിലുള്ള പാമ്പുകളെല്ലാം ഇരിക്കും. അടുത്തത് പോയി കഴിഞ്ഞാൽ അഗ്നിയാക്കും കോട്ട. സാധാരണ കോട്ട തന്നെ മതിലുകളിലോ എങ്കിൽ അപ്പടിയല്ല അങ്ങേ അത് താണ്ടി അന്തപ്പം പോക മുടിയാതെ അഗ്നിയായിരിക്കും. അപ്പടി പല പല ദുർഘടങ്ങളാണ് കോട്ടകളുണ്ട്. അതെല്ലാം ദുർഗാണി വിഭിന്ദൻ എന്താ കോട്ടകളെല്ലാം തകർത്ത് അന്തപക്കം പോയാൽ ഭഗവാൻ ത്രുടിത പ്രദനാശോണിതരസൈഹി அந்த சோனிதபுரம் அந்த இடம் அங்கே உள்ள சைன்யத்தை எல்லாத்தையும் அப்படியே இல்லாதக்கு துவம்சம் பண்ணினார். പ്രാഗ്ജ്യോതിഷപുരം ശോണിതപുരം അകുരുധാഹ. அந்த പ്രാഗ്ജ്യോതിഷപുരങ്ങളുടെ ഇടത്ത് ശോണിതം എന്നാൽ രക്തം കൊണ്ട് അങ്ങ് ഒരു ആറ് മാതിരി റിവർ മാതിരി ഒഴുകിത്ത് അന്ത മാതിരി ആക്കിനാർ എന്ന് പറയുന്നത്. അപ്പം എന്നത്തുക്കാ വേണ്ടി ഇങ്ങനെ സത്യഭാമാവ കൂട്ടിന്ത് പോനാർന്നു എന്നാ. സത്യഭാമാവ് വന്ന് ഭൂമിയോ ദേവിയോട് അവതാരമാക്കും. നരകാസുരൻ എപ്പോൾ ഉണ്ടാനാന്ന് തന്നെ ഭഗവാൻ വരാഹാവതാരം എടുത്ത സമയത്തിൽ ഭൂമിദേവിയെ കീഴേന്തെടുത്തൊന്നും എന്താറില്ല എന്താ രസാതലത്തിലേന്ത്. അപ്പോൾ அந்த ഭൂമിദേവി വന്ന് എന്നെ നിങ്ങൾ സ്പർശിച്ചതെന്നാല നിങ്ങൾ എനിക്ക് പതിയാക്കുമെന്ന് ചൊല്ലി അപ്പടി അന്ത സമയത്തിൽ ഭൂമിദേവിക്ക് ഉണ്ടാന പുത്രനാക്കും നരകാസുരൻ. அந்த നരകനുക്ക് വന്ന് ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നത് ദുഷ്ടനാക്ക് അസുരൻ ചൊല്ലർത്തെ അന അമ്മയോട് അനുവാദമില്ലായിക്ക് ഒന്നെ കൊല്ല മുടിയാത്.
അപ്പം ഏതാവത് അമ്മ എന്നോട് പുള്ളിയെ കൊന്നുക്കോ ചൊല്ലുകളാ. അപ്പോൾ அப்படி ஒரு அனுகிரகம் வாங்கியிருந்தேன். அப்போ அந்த பூமி தேவியோட அவதாரமான சத்யபாமையை கூட்டிந்தாக்கும் பகவான் அங்கே യുദ്ധத்துக்கு പോനാർ. പ്രാഗ്ജ്യോതിഷം എന്നുള്ളത് നരകാസുരനോട് പുരമാക്കും. ബാണനോട് ശോണിതപുരം ചൊല്ലപ്പെട്ട് ബാണനോടാക്കും. അത് ബാണൻ ഉഷ കഥ ഇനി വരും. അത് പ്രാഗ്ജ്യോതിഷപുരത്തെ ശോണിതപുരമാക്കി തീർത്താൽ അത് ഒരു ജ്യോതിഷപുരം എന്നുള്ളത് ഇന്ത്യ അന്ധജ്യോതിഷപുരമല്ല ഉദ്ദേശിക്കപ്പെട്ടത്. ശോണിതപുരം എന്നുള്ളത് ശോണിതം എന്ന രക്തം എന്നുള്ള അർത്ഥം കൊണ്ട് എല്ലായിടത്തിലെയും ഒരു റെഡ് കളറാനത് രക്തത്താല ഒഴുകിത്ത് എന്നുള്ളതാക്കും. ഇനി ബാക്കിയുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ പാക്കൽ. ഹരേ കൃഷ്ണ.